കോഴിക്കോട് പേരാമ്പ്രയിൽ ദമ്പതികൾ സഞ്ചരിച്ച കാറിന് തീപിടിച്ച സംഭവം പല സംശയങ്ങളിലേക്കും ദുരൂഹതകളിലേക്കും വിരൽ ചൂണ്ടിയതാണ്. ഈ മാസം 15-നുണ്ടായ അപകടത്തിൽ ഗർഭിണിയായ യുവതി മരിച്ചതിന് പിന്നാലെയാണ് അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വന്നത്. കാറിന് തീപിടിച്ച് ഭർത്താവ് രജിനും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. സംഭവത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഭർത്താവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ദാമ്പത്യ പ്രശ്നം കാരണം ഭർത്താവിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സോനയുടെ ലക്ഷ്യമെന്ന നിഗമനത്തിലാണ് പോലീസ്. കാറിലുണ്ടായ തീപിടുത്തത്തിൽ 60%-ലധികം പൊള്ളലേറ്റ രജിൻലാൽ ദിവസങ്ങളോളം പോരാടിയ ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത്. ഈ മാസം 15-നാണ് കാറിന് തീപിടിച്ച് 6 മാസം ഗർഭിണിയായ സോന മരിച്ചത്. ആശുപത്രിയിൽ പോയി മടങ്ങും വഴി വീടിന് സമീപത്ത് വച്ച രജിൻലാലും ഭാര്യ സോനയും സഞ്ചരിച്ചിരുന്ന കാറിന് പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. കാറിന്റെ പിൻസീറ്റിലായിരുന്ന സോന സംഭവസ്ഥലത്ത് തന്നെ ദാരുണമായി മരിച്ചു. കാർ കത്തിയ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ രജിൻലാലിനെതിരെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ രജിൻലാലിന് അപകടത്തിൽ പങ്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. മരണത്തിനു മുൻപ് രജിൻലാൽ നൽകിയ മൊഴിയും ഈ കണ്ടെത്തലിനെ ശരിവെക്കുന്നതായിരുന്നു. വാഹനം ഓടിക്കുന്നതിനിടെ പെട്രോളിന്റെ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടു. ഇതിന്റെ കാരണം തിരക്കാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനിടെ പെട്ടെന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നുവെന്നാണ് രജിൻലാലിന്റെ മൊഴി. കാറിന് തീപിടിച്ച ഉടനെ രജിൻലാൽ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയെങ്കിലും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. അതേസമയം കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപകടം നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് മരിച്ച സോന കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം 3 വർഷം മുമ്പാണ് ഇരുവരും വിവാഹം കഴിച്ചത്. രജിൻലാലിന് വിവാഹേതര ബന്ധങ്ങളുണ്ടെന്ന ആരോപണത്തെ തുടർന്നും ഇരുവരും തമ്മിൽ സ്വരച്ചേർച്ചയിൽ ആയിരുന്നില്ല. വഴക്കടിച്ച് അടുത്തിടെ 6 മാസത്തോളം സോന സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയും ചെയ്തിരുന്നു. പകമൂലം ഭർത്താവിനെ കൊന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു സോന ലക്ഷ്യമിട്ടത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതിനിടയിലാണ് രജിൻലാലിന്റെ മരണം. ന്യൂസ് 18 കോഴിക്കോട്.